തന്നേ തീരൂ തന്നേ തീരൂ സ്വകാര്യ പ്രാക്ടീസ് തന്നേ തീരൂ 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 തന്നേ തീരൂ തന്നേ തീരൂ സ്വകാര്യ പ്രാക്ടീസ് ഇവിടെ എന്താ പ്രശ്നം? കണ്ടില്ലേ, ഇന്ന് 6 മണിവരെ കേരളത്തിലെ കംപ്ലീറ്റ് സർക്കാർ ഡോക്ടർമാരും സമരത്തിലാണ്. ഞങ്ങളോട് ഇന്ന് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. ഏത് ഡോക്ടർ? ശിവദാസൻ ഡോക്ടർ, ഗൈനക്കോളജിസ്റ്റ്. കൊള്ളാം, അങ്ങേരല്ലേ ആ ഡോക്ടർമാരെ സമരത്തിന്റെ നേതാവ്? തന്നേ തീരൂ സ്വകാര്യ പ്രാക്ടീസ് തന്നേ തീരൂ ദേ അവിടെ പോയിരുന്നോ. ഡോക്ടർമാരുടെ സമരത്തിനെതിരായിട്ടേ രോഗികളുടെ സമരം നടക്കുക. മോളി ചേച്ചിയാണ് നിങ്ങളുടെ നേതാവ്. തന്നേ തീരൂ തന്നേ തീരൂ തന്നേ തീരൂ തന്നേ തീരൂ സ്വകാര്യ പ്രാക്ടീസ് തന്നേ തീരൂ സ്വകാര്യ പ്രാക്ടീസ് തന്നേ തീരൂ തന്നേ തീരൂ സ്വകാര്യ പ്രാക്ടീസ് തന്നേ തീരൂ ഇനി എന്നെ തൊണ്ട വയ്യ, ആരെങ്കിലും വിളിക്ക്. നാട്ടിലെ പ്രൈവറ്റ് ആശുപത്രി പട്ടി വരണ പോലെ പെരുകിടന്നു. അന്ന് ഇന്ന് സർക്കാർ ആശുപത്രി എണ്ണ അത് തന്നെ. സ്വകാര്യ പ്രാക്ടീസ് ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റില്ലാത്ത ഉളുമ്പ് സർക്കാരും അതിന് പറ്റിയ ഒരു ഡാക്കാട്ടുമാരും തന്നേ തീരൂ തന്നേ. എന്താണ് മക്കളുടെ പേര്? എന്റെ പേര് ദുർഗ, ഇത് ശീതളും. മോന്റെ നാട് എവിടെയാണ്? ജാർഖണ്ഡ്. ആ, അവിടെ എന്റെ നാത്തിന്റെ വാള കൊടുത്തിട്ടുണ്ട്. കാക്കനാട് എവിടെയാണ്? കാക്കനാടല്ല, ജാർഖണ്ഡ്, നോർത്ത് ഇന്ത്യയിലെ ഒരു സ്ഥലത്തിന്റെ പേരാ. ആണാ? എനിക്ക് തമിഴ്നാട്ടിലെ സ്ഥലങ്ങളൊന്നും അറിയാൻ പാടില്ല കേട്ടാ. അയ്യോ ശീതൾ, ശീതൾ. മോനെ ദുർഗേ, ഇത് സീൻ കോൺഗ്രേട്ടാ. നീ പോയ സമരക്കാട് പെട്ടെന്ന് നിങ്ങൾ വരാൻ പറ. ചേച്ചി ഒന്ന് നോക്കിക്കോളൂ. ആ മോളെ, മോളെ. അയ്യോ തന്നേ തീരൂ സ്വകാര്യ. ഡോക്ടർ, എന്റെ ഭാര്യക്ക് തീരെ സുഖമില്ല. തന്നേ തീരൂ സ്വകാര്യ പ്രാക്ടീസ് തന്നേ. ഡോക്ടർ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് സമാധാനമായിട്ടൊന്ന് സമരം ചെയ്തോട്ടെ. മാറി നിൽക്കേ, അങ്ങോട്ടൊന്ന് മാറി മാറാൻ. പേഷ്യന്റിനകത്തേക്ക് കിടത്തിക്കും. പൊക്കോ പൊക്കോ. You cheat! സമരം വിളിക്കാൻ നോക്കുന്നോ? സർ, ഷീ ഈസ് ബ്ലീഡിംഗ്. ഐ ഹാവ് ടു അറ്റൻഡ് ഹർ. സർ, വരൻ. സർ പ്ലീസ് സർ. Come on. നിങ്ങൾ പേഷ്യന്റിനെ എത്രയും പെട്ടെന്ന് നല്ലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഷീ ഈസ് വെരി ക്രിട്ടിക്കൽ. വേഗം, ഒട്ടും സമയം കളയരുത്. സർ, സർ പ്ലീസ്. നിങ്ങൾ ഹസ്ബൻഡാണോ? ആ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഉടനെ സിസേറിയൻ വേണ്ടി വരും. OT അവൈലബിൾ അല്ലേ? യെസ് സർ. മേക്ക് അറേഞ്ച്മെന്റ്സ്. ഷുവർ സർ. ഓക്കെ. വരൂ. ഇവിടുന്ന് നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞ ക്യാഷ് കൗണ്ടർ കാണാം. അവിടെ വെയിറ്റ് ചെയ്താൽ മതി. ശീതൽ, ശീതലിന്റെ ബൈസ്റ്റാൻഡർ അല്ലേ? സിസേറിയൻ അല്ലേ? 1,20,000. 1,20,000. चंदा है तू. ഹലോ സർ. എന്റെ ഈ 10,000 ഉള്ളൂ. നിങ്ങൾ ആ ഡോക്ടറെ കണ്ടൊന്ന് സംസാരിച്ചു നോക്ക്. എന്താ പേര് പറഞ്ഞേ? ദുർഗ. ആ, ദുർഗ. എന്റെ ഫീസ് ചെയ്യാൻ വേണ്ടാന്ന് വെക്കാം. എന്നാലും 1,00,000 രൂപ കിട്ടിയാലേ സർജറി നടക്കത്തുള്ളൂ. ഡോക്ടർ, എന്റെ കാര്യം? എടോ, തന്റെ ഭാര്യയുടെ പ്രസവം താൻ കാണുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല.
പക്ഷേ ലേബർ റൂമിനകത്ത് കയറുമ്പോൾ മനഃശക്തി വേണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. 2 തവണ മിസ്റ്റർ കേരള ആയിരുന്ന ആളാണ് സാർ ഞാൻ. അപ്പൊ താമസം നിന്നോ. താങ്ക് യു സാർ. റോസി, ഡോക്ടർ സമ്മതിച്ചു. നിങ്ങളുടെ വൈഫിന്റെ കണ്ടീഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അവർക്ക് ഹെവി ബ്ലഡ് ലോസ് ഉണ്ടായിട്ടുണ്ട്. ഇത്രയും കാലത്തെ ട്രീറ്റ്മെന്റിന് ശേഷം ഉണ്ടായ പ്രഗ്നൻസി ആയതുകൊണ്ട് വളരെ നമ്മൾ സൂക്ഷിക്കണം. വേറെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഡോക്ടേഴ്സ് അറ്റൻഡ് ചെയ്യുന്ന സർജറി ആയതുകൊണ്ടാണ് ഈ എമൗണ്ട് ആവുന്നത്. ഡോക്ടർ ഇവിടെ ദുർഗ, 2 മണിക്കൂറിനുള്ളിൽ സർജറി നടന്നില്ലെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോകും. ഈ ഒരു കണ്ടീഷനിൽ പേഷ്യന്റിനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്ന് വെച്ചാലും റിസ്ക് ആണ്. എന്തായാലും പെട്ടെന്ന് വേണം. ഗുഡ് ലക്ക്. കോയിച്ചേട്ടാ, ആ പറയട്ടെ ദുർഗേ. എനിക്ക് 1 ലക്ഷം രൂപ വേണം. ഇപ്പൊ തന്നെ വേണം. എന്താ വഴി? അങ്ങനെ ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നേ ആ വഴി പോയേനെ. നീ കാര്യം പറ. ശീതളിന് സിസേറിയൻ വേണം. 12 മണിക്ക് മുമ്പ് 1 ലക്ഷം രൂപ ആശുപത്രി കെട്ടണം. അയ്യോ കൊഴിഞ്ഞല്ലോടാ, എൻ്റെ അവസ്ഥ നിനക്കറിയാമല്ലോ. പണിയില്ല. ഞാനിവിടെ സമയം കളയാനായിട്ട് ആ ബർഗർ കട മുതലാളിയുടെ പടം വരച്ചോണ്ടിരിക്കുക. ഞാനിനി എന്ത് ചെയ്യും ഗോപിച്ചേട്ടാ? നീ സമാധാനമായിട്ടിരിക്കും. എന്തെങ്കിലും വഴിയുണ്ടാവും, നമുക്ക് നോക്കാം. Camera. Planning. Action. ഹലോ ഹലോ മൈക്കിളെ. അണ്ണാ ചൊല്ലുകയാണ്. മൈക്കിളെ, എനിക്ക് കുറച്ച് കാശ് വേണം. നിന്റെ കാണോ? എവളോണ് 1 ലക്ഷം. എന്നാ ജോക്കാ? ഇങ്ങ ഷൂട്ട് നടന്നിട്ട് അപ്പുറം കൂപ്പിടുകണ്ണേ. ഷൂട്ടിങ്ങിന്റെ ഇടയിലാണോ ഫോൺ എടുക്കണം? മன்னிச்சிடுங்க സാർ. ഹലോ. എടാ ദുർഗെ, കാശി ശരിയായടാ. ഇല്ല. ടൗൺ ഹാളിൽ ഇന്ന് മുഖ്യമന്ത്രി വരുന്നുണ്ട്. ജനസമ്പർക്ക പരിപാടി. നീ അങ്ങനെ പോയി ഒന്ന് കാണ്. ശുദ്ധനാണ്. അപേക്ഷയിൽ കണ്ണീരേണ്ട, അങ്ങേരെ സഹായിക്കും. അതൊക്കെ പെട്ടെന്ന് നടക്കുമോ ഗോപിച്ചേട്ടാ? എടാ നമ്മുടെ മുന്നിൽ വേറെ വഴിയിലടാ. നീ സമയം കളയാതെ ചെല്ല്. അല്ല സഖാവേ, നമ്മൾ ഈ മുഖ്യമന്ത്രി പോകുന്നിടത്തൊക്കെ കരികൊടി കാണിക്കുന്നത് ശരിയാണോ? ഒന്നുമില്ലെങ്കിലും കുറെ പാവപ്പെട്ട ജനങ്ങൾക്ക് സഹായം കിട്ടുന്ന ഏർപ്പാടല്ലേ? സഹായം തേടി വരുന്നവരാരെയും നമ്മൾ തടയുന്നില്ല. പക്ഷേ ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവന്റെയും ഇടയിൽ ഒളിമറ പാടില്ല എന്നുള്ളത് നമ്മുടെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രമാണ്. അതിലുപരി അത് നാടിന്റെ ആവശ്യമാണ്. ആ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ശബ്ദമാണ് നമ്മൾ ഇവിടെ ഉയർത്തുന്നത്. മനസ്സിലായ തനിക്ക്?